ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ട്രൂ വ്യൂവിന്റെ ഒരു CCTV ക്യാമറയാണ്. നമുക്ക് അതിന്റെ വിലയും അതിന്റെ ഫീച്ചേഴ്സും എല്ലാം കൂടെ നോക്കി അൺബോക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ നോക്കാം. ഇതാണ് ആ ക്യാമറയുടെ ഒറിജിനൽ ബോക്സ്. വർക്ക് വിത്ത് അടച്ചാണ്. 360 ഡിഗ്രി റൊട്ടേഷൻ ഇത് തരുന്നുണ്ട്. വൈഫൈ ഉണ്ട്, പിന്നെ ടോക്ക് ചെയ്യാം, സ്പീക്കറും ഉണ്ട്. ഇതിന് 256 GB സപ്പോർട്ടുള്ള SD കാർഡേ ഇടാൻ പറ്റത്തുള്ളൂ. നല്ലതാണ്. ഹ്യൂമൻ ട്രാക്കിംഗ് ഉണ്ട്, നൈറ്റ് വിഷൻ ഉണ്ട്, പിന്നെ 2 MB ഒരു ക്യാമറയാണ്. നോട്ടിഫിക്കേഷൻ ഇത്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം 1000 രൂപ വരുന്നുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓഫർ വന്നപ്പോൾ നോക്കി വാങ്ങിച്ചതാണ്. നമുക്ക് തുറക്കാം. ആദ്യം കിട്ടുന്ന ബോക്സ് എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇതിന്റെ ചാർജറും കാര്യങ്ങളും വരും. ചാർജർ ഇല്ല, അഡാപ്റ്ററും ഇത്. ഇതിന്റെ വോൾ മൗണ്ടിങ്ങിന്റെ ഒരു സെറ്റും അതിന്റെ സ്ക്രൂസും പിന്നെ അഡാപ്റ്ററും പിന്നെ C ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചത് മൈക്രോ USB ആയിരിക്കുന്നു, പക്ഷെ ഇത് C ടൈപ്പ് ആണ്. USB അല്ല, ഡയറക്റ്റ് അഡാപ്റ്റർ ആണ്. സോ അത് നല്ല കാര്യമാണ്. പിന്നെ ഒരു യൂസർ മാനുവൽ ആണ്. നമുക്കിത് പിന്നെ നോക്കാം. ഇതിനകത്താണ് QR കോഡ്, അത് നോക്കാം നമ്മൾ. പിന്നെ നമ്മൾ ഇതാണ് ക്യാമറ. നമ്മൾ ഇതെടുത്ത് ഇതെല്ലാം പോയി. ഇതാണ് ക്യാമറ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട്. ഇതാണ് QR കോഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് 5 വോൾട്ടിന്റെ ഇതെന്ന് തോന്നുന്നു. ഇത് റിമൂവ് ചെയ്യാൻ പറയുന്നത്. വെരിഫൈ തൊട്ടിട്ട് ചെയ്യാം. നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് ആദ്യം നമുക്ക് QR കോഡ് നോക്കട്ടെ. ഇവിടെയാണ്. ഇത് നല്ല ക്യാമറ എന്നാണ് ഞാൻ റിവ്യൂ എല്ലാം നോക്കിയായിരുന്നു, പക്ഷെ നല്ല ക്യാമറ എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ ക്യാമറ ചെയ്തോളാം. ഇതിന്റെ പേര് പറയുന്നുണ്ട്, ട്രൂ ക്ലൗഡ് എന്നാണ് പറയുന്നത്. കിട്ടിയിട്ടുണ്ട് ട്രൂ ക്ലൗഡ്. അപ്പം നമുക്ക് എൻ്റെ അഡാപ്റ്റർ എടുത്ത് ഇത് കറണ്ട് കുറിച്ച് നോക്കാം. ഇപ്പോൾ എന്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എക്സ്റ്റൻഷൻ എടുക്കാൻ പോയതാണ്. അത് ഞാൻ നമ്മളുടെ ഇത് ഇതായിട്ടുണ്ട്. ഇപ്പോൾ ആവത്തുള്ളൂ. സോ ഇൻസ്റ്റാളിങ് നമുക്ക് കണക്ട് ചെയ്യാം. ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് C ടൈപ്പാണ് വരുന്നുണ്ടോ. ഇത് 5 വോൾട്ടിൻ്റെ ഒരു ഇൻപുട്ടുള്ള C ടൈപ്പാണ്. നമുക്ക് വേണമെങ്കിൽ USB പോർട്ട് കുത്തുന്ന ഒരു അഡാപ്റ്റർ വേണമെങ്കിൽ ചെയ്യാം. നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റുള്ള വയറിങ് ഉപയോഗിക്കാൻ പറ്റും.
അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോ പറഞ്ഞാണ് ഞാനിത് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ സൈൻ ഇൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് ക്യാമറ ആഡ് ചെയ്യാണ്. Device is found. Please click the add button to add the device. ആഡ് ചെയ്തു. നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് നോക്കുന്നു. ലോഡായി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് സ്റ്റഡി റൂം അല്ല ഓഫീസിൽ നിന്ന് എഴുതിയിടാണ്. അതിന് കൺഫേം കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പേര് എഡിറ്റ് ചെയ്യാം. സോ ഇന്ന് നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഇത് നോക്കാം, ടെസ്റ്റ് ചെയ്യാം. ഇതാണ് ക്യാമറ കേട്ടോ. ഇതിൻ്റെ പുറഭാഗത്ത് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, പുറകില് സ്പീക്കർ സിസ്റ്റവും, പിന്നെ അതിൽ QR കോഡും 2 MP എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ അതെല്ലാം കറക്റ്റാണ്. പിന്നെ നമ്മളിത് മാനുവലായിട്ട് ചെയ്യാൻ പാടില്ല. ഇത് തരും. ഇത്ര അതിന്റെ പൊക്കഭാഗത്ത് വ്യൂ ഉള്ളൂ. നമുക്ക് താഴേക്ക് ആണേലും ഇത്രയേ ഉള്ളൂ. പിന്നെ 360 ഫുള്ളും ഉണ്ട്. ഇത്രേ ഉള്ളൂ, ഇവിടം വരെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ചെയ്യണം, നേരെ തിരിച്ച് ചെയ്യണം. പിന്നെ ഡബിൾ ഇത് കൊടുക്കത്തില്ല, ഡബിൾ ഇൻഫോർമേഷൻ കൊടുക്കത്തില്ല. പിന്നെ വോയിസ് ക്ലാരിറ്റി നോക്കാം. അങ്ങനത്തെ ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയുള്ള പിന്നെ നമുക്ക് ഡേറ്റും സമയത്തും കാണിക്കണം. പിന്നെ സൂമിങ് ക്ലാരിറ്റി കുഴപ്പമില്ലെന്ന് പറയത്തുള്ളൂ, അത്ര നല്ലതാണെന്നും പറയത്തില്ല ഞാൻ. അത്രയും ഒരിതാണ്. ആ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, സൗണ്ട് ഇടാതിരിക്കാം, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ മോഷൻ ട്രാക്കിംഗ്, മോഷൻ ഡിറ്റക്ഷൻ അതെല്ലാം ഉണ്ട്. പിന്നെ ഓട്ടോ നൈറ്റ് വിഷൻ ഉണ്ട്, സൈറൻസ് അതെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇത് വഴി നമുക്ക് ഇത് ചെയ്യാം. ഇപ്പൊ എക്കോ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും 1000 രൂപയ്ക്ക് ഇതിന്റെ പണി ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന റോബോട്ട് വാല്യൂ, റിവ്യൂ, പാൻ, ക്യാമറ എന്നൊക്കെ അത് വായിക്കാൻ പറ്റുന്നുണ്ട്. സോ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ലതാണ്. താങ്ക് ഫോർ വാച്ചിങ്. ഈ ഇത്രയും നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.